105-കാരിയുടെ ഇടുപ്പെല്ലിൻ്റെ ശസ്ത്രക്രിയ ഇരിട്ടി അമല ആശുപത്രിയിൽ വെച്ച് വിജയകരമായി പൂർത്തിയാക്കിയതായി ആശുപത്രി മാനേജ്മെൻറ്റും ഡോക്ടർമാരും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ സ്വദേശിനി പുത്തമ്പുരയ്ക്കൽ അന്നമ്മ ജോസിൻ്റെ ശസ്ത്രക്രിയയാണ് വിജയകരമായി നടത്തി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. കാരണം ഇന്നലെ അന്നമ്മ ജോസഫ് 110 വയസ്സ് എടപ്പഴയുള്ള പുത്തമ്പുരയ്ക്കൽ വീട്ടിലെ ഒരമ്മച്ചിയുടെ ഒരു മേജർ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചതിന് ഡിസ്ചാർജ്. അവരുടെ ഹിപ്പിൻ്റെ ഒരു ഓപ്പറേഷനാണ് ഇവിടെ ചെയ്തത്. ഇപ്പോൾ 110 വയസ്സുള്ള ഒരു ആളുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം റിസ്ക് ഉള്ള ഓപ്പറേഷനാണ്. ആരും അങ്ങനെ തൊടാൻ നിൽക്കുന്നൊരു കേസല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള ഓർത്തോ വിഭാഗം, അസ്ഥിരോഗ വിഭാഗവും അനസ്തീഷ്യ വിഭാഗവും ഒക്കെ ഏത് തരം പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു ടീമാണ് വരുന്നത്. സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചതിന് ഡിസ്ചാർജ്. അവരുടെ ഹിപ്പിൻ്റെ ഒരു ഓപ്പറേഷനാണ് ഇവിടെ ചെയ്തത്. ഇപ്പോൾ 110 വയസ്സുള്ള ഒരു ആളുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം റിസ്ക് ഉള്ള ഓപ്പറേഷനാണ്. ആരും അങ്ങനെ തൊടാൻ നിൽക്കുന്നൊരു കേസല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള ഓർത്തോ വിഭാഗം, അസ്ഥിരോഗ വിഭാഗവും അനസ്തീഷ്യ വിഭാഗവും ഒക്കെ ഏത് തരം പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു ടീമാണ് ഇവിടെ നിൽക്കുന്നത്. ഓർത്തോ വിഭാഗത്തിൽ ഇവിടെ 3 ഡോക്ടർമാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അനസ്തീഷ്യ ഡോക്ടർ നാഗമണിയുണ്ട്. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ പോകുന്നത് അനസ്തീഷ്യ വിഭാഗമാണ്. അപ്പോൾ ഡോക്ടർ നാഗമണി ഇവിടെ വന്നിട്ട് 4 മാസമേ ആയുള്ളൂ. പുള്ളി വിദേശത്തും സ്വദേശത്തും ഒക്കെ ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്ത് പരിചയസമ്പന്നനായ അതിവിദഗ്ധനായൊരു ക്രിട്ടിക്കൽ കെയർ അടക്കം പാസ്സായൊരു അതിവിദഗ്ധനായൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്തില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇവിടെ ചെയ്യാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഞങ്ങളിതിൽ സ്റ്റാഫിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും മീറ്റിംഗ് കൂടി അവരെനിക്കൊക്കെ ചെയ്തു. അദ്ദേഹവും പിന്നെ സനത്ത് ഡോക്ടറുടെ പേഷ്യൻ്റാണ് സൗദ് ഡോക്ടർ. സൗദ് ഡോക്ടറുടെ വന്നിട്ട് ഇപ്പോൾ 4 മാസമായി. വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഒരുപാട്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരുപാട് മുട്ടുമാറ്റി ശസ്ത്രക്രിയയും ഹിപ്പ് ശസ്ത്രക്രിയയും ഒക്കെ ചെയ്ത് ഒരു നല്ല വിദഗ്ധ ഡോക്ടറായി മാറിയിരിക്കുകയാണ്. സനത്ത് ഡോക്ടർ അറിയാൻ നിങ്ങൾക്ക് 20 വർഷമായി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലും നമ്മുടെ ഊട്ടിയിലെ വിദഗ്ധരായ നേഴ്സുമാരുടെയും എല്ലാം സംരക്ഷണത്തിലാണ് ഈ കേസ് നടന്നത്. അപ്പോൾ ആ കേസ് സർജറി കഴിഞ്ഞു, റിക്കവറിയായി. അവരിന്നലെ ഇവിടെ നിന്നലെ ഡിസ്ചാർജ് ചെയ്ത് പോയി. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വീൽ ചെയറിലിരുന്ന് ഒറ്റയ്ക്ക് പോയി. അപ്പോൾ ആ കാര്യം നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചത്. മുറിയിൽ തെന്നി വീണാണ് വയോധികയുടെ ഇടുപ്പെല്ലിന് ക്ഷതം സംഭവിച്ചത്. ഓപ്പറേഷൻ അല്ലാതെ മറ്റ് പോംവഴിയൊന്നും ഇല്ലെന്നിരിക്കെ കുടുംബം ഓപ്പറേഷൻ സമ്മതം മൂളി. ഉയർന്ന പ്രായം പ്രതിസന്ധിയാകുമെന്ന് കരുതിയെങ്കിലും ആശുപത്രിയിലെ വിദഗ്ധ സംഘം ധൈര്യപൂർവ്വം ഓപ്പറേഷൻ നടത്തി. 3 മണിക്കൂർ മാത്രം നിരീക്ഷണത്തിൽ നിർത്തി വയോധികയെ വാർഡിലേക്ക് മാറ്റുകയും 2ാം ദിനം തന്നെ നടത്തിക്കുകയും ചെയ്തു. 3 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് വിടാനും സാധിച്ചതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. അവർ ഒരു 10-20 വർഷമായിട്ടുള്ള എൻ്റെ ഒരു പേഷ്യൻ്റാണ്. അവർ പിന്നെ നേരത്തെ ഒരു 15 വർഷം മുമ്പ് വലുത് ഹിപ്പിലൊരു ഫ്രാക്ചറായിട്ട് ഒരു ഹിപ്പ് ഹെമി റീപ്ലേസ്മെൻറ്റ് ഞാൻ 15 വർഷം മുമ്പ് പഴയ അമല ഹോസ്പിറ്റൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ രോഗിക്ക്. പിന്നെ അവർക്ക് 2 തവണ ഷോൾഡർ ഡിസ്ലോക്കേഷൻ അടിച്ചിട്ടുണ്ട്, അവർക്ക് റിസ്റ്റ് ഫ്രാക്ചർ അടിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ ഞാൻ തന്നെയാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ സ്കൈ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അവർ ഓപ്പറേഷൻ വേണമെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാനിവിടെ സ്ഥലത്തുണ്ടായില്ല. അപ്പോൾ അവരെ പേരക്കുട്ടികളെ എന്നെ വിളിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞ ഡോക്ടർ എങ്ങനെയുണ്ട്, അന്ന് വീണിട്ടുണ്ട്, എല്ലാം പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ വേണം അവിടെ പറഞ്ഞെന്നാണ്. ഡോക്ടർ എവിടെയുള്ളതെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാനിവിടെ സ്ഥലത്തില്ല, ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഡോക്ടർ എങ്ങനെ എപ്പോഴാണ് വരിക? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന് ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആയിക്കോളും, എൻ്റെ പേരിൽ അഡ്മിറ്റ് ആയിക്കുക, അവർ പറഞ്ഞാൽ മതി, ഞാൻ വരുമ്പോൾ കണ്ടിട്ട് വേണ്ട ചെയ്തോളൂ. അപ്പോൾ അങ്ങനെയാണ് അവർ നമ്മുടെ അടുത്ത് എത്തുന്നത്. പക്ഷേ എനിക്ക് ഇതിലൊരു പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു തരാനുള്ളതെന്ന് പറഞ്ഞാൽ 70 വയസ്സിന് മുകളിൽ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ഫ്രാക്ചറാണ് ഈ നമ്മൾ ഈ ഇൻട്രൊക്കാൻഡിക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മെജോറിറ്റി ആൾക്കാർ 80-85 വയസ്സിൽ എത്രയോ രോഗികൾ നമ്മളടുത്ത് വരാറുണ്ട്. നമ്മൾ ഓപ്പറേഷൻ നിർദ്ദേശിക്കുന്ന സമയത്ത് അവർ മിക്കവാറും അവർ കൂടെ വന്ന ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമുണ്ട്. ചിലപ്പോൾ അവർ ഡോക്ടറിനെ വിളിച്ച് നോക്കട്ടെ, നമ്മളും ബാക്കിയുള്ള റിലേറ്റീവ്സിനെ വിളിക്കും. അപ്പോൾ ചോദിക്കും ഡോക്ടറെ ഗ്യാരണ്ടി ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കൊരു 85-90, ഇപ്പോൾ ഈ പേഷ്യൻ്റ് ഇപ്പോൾ 110 വയസ്സിലാണ്, 105 വയസ്സ് കൂടുതലുണ്ട് അവർക്ക്.
അപ്പോൾ അങ്ങനത്തെ ഒരു രോഗിയെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതല്ല, ഈവൻ സാധാരണഗതിയിൽ ആ രോഗി കിടന്നുറങ്ങുമ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ വേണം മരണപ്പെടാം. അപ്പം നമുക്കൊരിക്കലും ഗ്യാരണ്ടി വാറണ്ടി എന്ന് വെച്ച് നമുക്കൊരിക്കലും അങ്ങനെ ഒരു ഇത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ പ്രോപ്പറായിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നേരത്തെ പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. പേഷ്യൻ്റ് സാധാരണഗതിയിൽ ഇത് ഓപ്പറേഷൻ ചെയ്തില്ല പേഷ്യൻ്റ് ചെരിഞ്ഞെടുക്കാൻ പറ്റില്ല, പേഷ്യൻ്റ് ഇരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പേഷ്യൻ്റ് വേദന കൊണ്ട് പേഷ്യൻ്റ് മിക്ക സോഡിയം കുറഞ്ഞ് ഒരു മാസം 1.5 മാസം 2 മാസം കൊണ്ട് ആൾ മരിച്ചു. ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റ് വാസ് വെരി കോൺഫിഡൻറ്റ്. ആ പേഷ്യൻ്റെ റിലേറ്റീവ്സ് അവർക്ക് എല്ലാവർക്കും നമ്മളിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ആത്മധൈര്യം ഉണ്ടായിരുന്നു. അവരൊരിക്കൽ പോലും ഇന്നേ കാലം വരെ എൻ്റെ അടുത്ത് ഡോക്ടറെ ഗ്യാരണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടില്ല. അപ്പോൾ ദേ ആർ വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു അനസ്തീഷ്യ ഡോക്ടർ നാഗമണി ഡോക്ടർ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. കാരണം സാറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനും സാറിൻ്റെ ഒരു ധൈര്യത്തിലും അതായിരുന്നു ഞങ്ങൾ ഏറ്റവും വലിയ ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരു കോൺഫിഡൻസ്. രണ്ടാമത്തെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ പേഷ്യൻ്റെ സൈഡിലുള്ള കോൺഫിഡൻസ്. കാരണം നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, അവർ ദേ ആർ കോൺഫിഡൻറ്റ്, അവർക്കറിയാം നമ്മൾ ചെയ്യും, നേരത്തെ മറ്റേ സൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് ഞങ്ങൾക്ക് വളരെ നന്നായി ആ പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ ചെയ്ത് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം മുതൽ ഞങ്ങൾ പേഷ്യൻറ്റിനെ വിത്ത് വാക്കർ സപ്പോർട്ട് ഞങ്ങൾ പേഷ്യൻറ്റിനെ നടത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. പേഷ്യൻ്റ് ഇവിടുന്ന് പോകുന്നവരെ വാക്കർ വെച്ച് നടന്നിട്ടാണ് അവർ ടോയ്ലറ്റിലേക്ക് പോയത്. ഇത് ഞങ്ങൾ ചെയ്തത് ഹെമി റീപ്ലേസ്മെൻ്റ് അല്ല, ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് അല്ല, ഇൻ്റർട്രോക്കൻഡിക് ഫ്രാക്ചർ ഫിക്സേഷനാണ് ചെയ്തത്. ആ ഫ്രാക്ചർ ഫിക്സേഷൻ ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഹൈ ക്വാളിറ്റി ഇംപ്ലാന്റ് ഇട്ടു. നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻറ്റിനെ നടത്താൻ പറ്റി എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. വളരെ 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 വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ആ പേഷ്യൻ്റൊക്കെ ഒരു ദിവസം കിടന്നു പോയിട്ട് 2-3 ദിവസം കിടന്നാൽ തന്നെ ആ പേഷ്യന് തൊലി പൊട്ടി പ്രശ്നങ്ങളും വ്രണവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ദൈവം സഹായിച്ച് നമ്മളെ കൈകൊണ്ട് ദൈവം സഹായിച്ച് നമുക്ക് നല്ല വിധത്തിൽ ആ പേഷ്യൻറ്റിനെ നമുക്ക് ഇവിടുന്ന് ഇറക്കി ഹോസ്പിറ്റലിൽ ഇറക്കി വീട്ടിലേക്ക് കണ്ടീഷനായി പോകേണ്ട ഒരു ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ തിയേറ്റർ സ്റ്റാഫുകൾ വളരെ നല്ല സ്റ്റാഫായിരുന്നു. എല്ലാവരും ആ സമയത്തിനൊക്കെ വളരെ നല്ലോണം പെർഫോം ചെയ്തെന്ന് ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു കമ്പൈൻഡ് എഫേർട്ടായിട്ടാണ് ആ പേഷ്യൻ്റ് ഞങ്ങൾക്ക് പുറത്ത് ഇറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം എനിക്ക് പ്രധാനമായിട്ട് പറയാൻ ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു, അതായത് ഈ ഏജിൽ വരുന്ന ഫ്രാക്ചറാണ്, 80-85 വയസ്സിലെ ഫ്രാക്ചറാണ്. അപ്പോൾ ഡോക്ടറെ ഗ്യാരണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഞങ്ങൾ കെട്ടിക്കാൻ കൊണ്ടാണ്, എരുമാട് പോവാണ്, ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറയും അതൊക്കെ നിങ്ങൾ ഇഷ്ടം, പക്ഷെ ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു. കാരണം നമുക്കറിയാം ഈ അമ്മച്ചി എന്തായാലും ഈ ഒരു മാസം വരെ അമ്മച്ചിക്ക് കാലാവധി ഉണ്ടാവുന്നു. അങ്ങനത്തെ ഒരു അമ്മച്ചിനെ നമ്മൾ പോയിട്ട് കെട്ടിക്കാനോ അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വീട്ടിലേക്ക് ചിലർ പറയും വീട്ടിൽ ചോദിക്കട്ടെ ഒന്നും ചെയ്യേണ്ട ഡോക്ടറെ കെട്ടിവിട്ട് വീട്ടിലേക്ക് വിട്ടുന്നാൽ മതി, തൽക്കാലം വേദനയുടെ ഗുളിക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്തരം പേഷ്യൻസ് ഒരു 1.5 മാസം കൊണ്ട് ആ ഏജിൽ അവർ സോഡിയം കുറഞ്ഞ് പല പ്രശ്നങ്ങളായി കോംപ്ലിക്കേഷൻ ബെഡ്സോഡ് അടിച്ച് അവർ മരണപ്പെട്ടു. അപ്പോൾ നമുക്ക് അവർക്കൊരു പെയിൻലെസ്. അപ്പോൾ ഏറ്റവും പ്രധാനം ഞാൻ പലപ്പോഴും പറയാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിമിഷത്തിൽ കഷ്ടപ്പെട്ട് വേദനിച്ച് മരിക്കുന്നതിനും പകരം ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഒരു സുഹൃത്ത് സൈനുദ്ദീൻ സാറിൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ ഒരു ഫ്രാക്ചർ വന്നപ്പോൾ അന്ന് കണ്ണൂരിൽ നിന്നുള്ള പല ഡോക്ടേഴ്സും ചെയ്യാൻ വില്ലിങ് ആയിരുന്നില്ല. ദേ ആർ നോട്ട് വില്ലിങ് സൈനുദ്ദീൻ സാറിൻ്റെ അമ്മയ്ക്ക് സർജറി ചെയ്യാൻ. എന്നിട്ട് അപ്പോൾ സൈനുദ്ദീൻ സാർ എന്നോട് ചോദിച്ച സ്ഥലത്ത് എന്താ ചെയ്യാൻ? ഞാൻ പറഞ്ഞു സാറേ അത് കേസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നേ അത് നല്ലത്, അന്നിപ്പം നല്ലത്. അപ്പോൾ സാറ് പറഞ്ഞു അമ്മക്ക് കുറേ കോംപ്ലിക്കേഷൻ കാർഡിയാക് പ്രോബ്ലം അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറയാം, പുള്ളി അവിടെ കാലിക്കറ്റ് പോയി നിങ്ങൾ ചെയ്യുന്നു. അങ്ങനെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ സാറിന് പോയി ചെയ്തു. സാർ എന്നോട് പറഞ്ഞു അമ്മക്ക് ഒരു കുഴപ്പമില്ല, കണ്ടീഷനായിരുന്നു, പക്ഷേ കാർഡിയാക് പ്രോബ്ലം ആയിട്ട് 4th day 5th day ആണ് അമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു സർജറി എവറിത്തിങ് വാസ് വെരി സക്സസ്ഫുൾ, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ സാറിനോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, സാറേ നമുക്ക് അവസാന നിമിഷം നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇപ്പം എന്ത് സംഭവിച്ചാലും വേദനയില്ലാതെ, കാരണം ഈ പേഷ്യൻ്റ് അറിയാം നിങ്ങൾ വേദനയുണ്ടെങ്കിൽ ഒരാൾ നടക്കില്ലല്ലോ, അവർ സ്വന്തമായിട്ട് വാക്ക് വെച്ചിട്ട് നടന്നിട്ടാണ് അവർ ശരിക്കും പോയത്. പ്രശസ്ത അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ നാഗമണി നമ്പ്യാരുടെ അനുഭവജ്ഞാനവും 20 വർഷത്തിലധികമായി ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ KN സനിത് കുമാർ, ഡോക്ടർ PM സൗദ്, ഡോക്ടർ അന്നമ്മ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് സങ്കീർണവും അപകട സാധ്യത ഏറെയുള്ളതുമായ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്. ആശുപത്രിയിൽ അത്യാധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനവും മികച്ച ഡോക്ടർമാരുടെ കൂട്ടായ്മയുമാണ് സാഹസികമായ ശ്രമം ഏറ്റെടുക്കാൻ എന്ന് ആശുപത്രി MD അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, ഡോക്ടർമാരായ അന്നമ്മ മാത്യു, ഡോക്ടർ നാഗമണി നമ്പ്യാർ, ഡോക്ടർ സനിത് കുമാർ, ഡോക്ടർ PM സൗദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു.